നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കെന്ന് പറഞ്ഞ വീഡിയോ ആണ്, പക്ഷേ നോർമലി ഉള്ള വീഡിയോ അല്ല. ഒരു ക്രിസ്മസ് ആശംസ പറയണ്ടേ. ഞാൻ കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഒത്തിരി പേരൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. പനിയായിരുന്നു, ചുമ, കഫക്കെട്ട്, ഇങ്ങനെയുള്ള പനിയൊക്കെ അപ്പോഴേ മാറി. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ വെച്ച് പിന്നെ ഒന്നും ആലോചിച്ചില്ല. 2-3 ദിവസം ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചു. 3 ദിവസത്തെ ബ്രേക്കൊന്നുമല്ല, കുറച്ച് നീണ്ട ബ്രേക്ക് തന്നെയാണ് ആയിരിക്കും. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഇങ്ങനെ നമ്മുടെ ബാക്ക് ബോണായിട്ട് നമ്മളെ നിലനിർത്തുന്ന ആൾക്കാരോട് ഒരു ക്രിസ്മസ് ആശംസ പറയാതിരിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ടാട്ടോ, അതിനു വേണ്ടി വന്നതാ, ഡ്രസ്സൊന്നും കാണിക്കാനല്ല. എല്ലാവരുടെയും ക്രിസ്മസൊക്കെ ഇടം വരെയായി. ഭയങ്കര സെലിബ്രേഷൻസൊക്കെ ആണോ ഇപ്പോൾ ഈ വർഷം എല്ലായിടത്തും നല്ല സെലിബ്രേഷൻസൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നു. അതായത് സൗണ്ടില്ല. കോവിഡിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം ഓരോ ക്രിസ്മസും വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നല്ല എന്നാ പറയുന്നത്, ഒത്തിരി സെലിബ്രേഷൻസ് എനിക്ക് എൻ്റെ മനസ്സിലങ്ങനെ തോന്നി. ഓരോ വർഷം ചെല്ലും തോറും അങ്ങനെ ഒരു സെലിബ്രേഷൻസൊക്കെ എല്ലാവരും നല്ല സെലിബ്രേഷൻ മൂഡിലൊക്കെ ആയിരിക്കും. വീഡിയോ ഒക്കെ കാണുമോ എന്നറിയത്തില്ല, സമയം പോലെ കാണുക, ഈ ചെറിയവളുടെ ആശംസ സ്വീകരിക്കുക. പിന്നെന്താ പറയുക, നമുക്ക് 3 ദിവസം വീഡിയോ, ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസത്തേനും കൂടെ വീഡിയോ ഇല്ലായിരിക്കും. ഇപ്പം അവധിയൊക്കെ അല്ലേ, കുറച്ച് യാത്രകൾ, ബാംഗ്ലൂർ യാത്രയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുമല്ല, ഒരു ദിവസം വീഡിയോ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതങ്ങ് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി മടിയാണ്. പിന്നെ അങ്ങ് ഓർക്കും 2 ദിവസം കഴിഞ്ഞിട്ട് ക്രിസ്മസ് അല്ലേ. പിന്നെ ക്രിസ്മസിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ നിറഞ്ഞ വീട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടും ഒക്കെ ഒത്തുള്ള സന്തോഷകരമായ ഒരു ക്രിസ്മസ് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നല്ലൊരു ക്രിസ്മസ് ആകട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തും എപ്പോഴും കൂടുതലും കേൾക്കുന്ന ഞാനൊക്കെ ശരിക്കും ഒരു ബിസിനസ് ഫീൽഡിൽ നിൽക്കുമ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അപ്പടിന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ്. അതായത് എല്ലാം തീർന്നു, സാമ്പത്തിക മേഖല ആകെ തകർന്ന് കിടക്കുകയാണ്, മുഴുവൻ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഇവിടെ മുന്നോട്ട് ഇനി പോക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേട്ടോ, ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നതായിരിക്കുന്നല്ല, ഇനി ഇവിടെ ഒന്നും ഒരു രക്ഷ വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയുള്ള നെഗറ്റീവ്സിനൊന്നും നമ്മൾ ഇടം കൊടുക്കരുത്, നമ്മുടെ മനസ്സിലും ഇടം കൊടുക്കരുത്. നമ്മളതിനെ ഒന്നും കയറ്റുകയും ചെയ്തില്ല, ഇതിലെ വിടുക, അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നും തീർന്നു പോയി, ഇതിലൊക്കെ തീർന്നു പോയ എത്രയോ കാലങ്ങൾ വന്നു ഇതിന് മുന്നേ അല്ലേ. പ്രളയം വന്നു, കോവിഡ് വന്നു, അങ്ങനെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ. 100 വർഷം മുന്നേ ഒരു വലിയ പ്രളയം വന്നു, എന്നിട്ടെല്ലാം അതിജീവിച്ച് ഇവിടം വരെ വന്നില്ലേ. ഇതൊക്കെ എല്ലാം താൽക്കാലികമാണ്, ഒരു കാര്യം ശാശ്വതമായിട്ടില്ല. ഇപ്പം ഞാനിത് പറയുന്ന വലിയ പണ്ഡിത ഇരുന്ന് പറയുന്ന പോലെ പറഞ്ഞെന്ന് തരുന്നതല്ല കേട്ടോ. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വലിയ ആളാണ് പറയുന്നെങ്കിലും ചെറിയ ആളാണ് പറയുന്നെങ്കിലും അതിന് ചില സമയത്ത് നമ്മളൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്രമാത്രം എടുത്താൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് തന്നെ ഈ ഞാൻ പറയുന്നത് അശരണർക്കും ആലംബഹീനർക്കും എല്ലാം വേണ്ടി ഒരു ദൈവപുത്രൻ ജനിക്കും, ദൈവപുത്രൻ വന്നിരിക്കും എന്നുള്ള ഒരു ഇതല്ലേ ക്രിസ്മസ് എന്ന് പറയുന്ന സിമ്പൽ തന്നെ. അവരെ രക്ഷിക്കാൻ ഒരു ദൈവപുത്രൻ വന്നിരിക്കും. നമ്മൾ ഒത്തിരി ദുരിതങ്ങളിൽ നീന്തി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾക്കുള്ള ഒരു പ്രത്യാശയ്ക്കുള്ള ഒരാൾ, നമ്മളെ സഹായിക്കാനുള്ള ഒരാൾ വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. ഇപ്പോൾ കഷ്ടകാലമില്ലാത്ത മനുഷ്യരുണ്ട് എവിടെ നോക്കിയാലും. ഈ ബുദ്ധിമുട്ട്, ദുരിതം, രോഗപീഠ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ മനുഷ്യർക്കിപ്പോൾ. സോഷ്യൽ മീഡിയയുടെയൊക്കെ പ്രളയം കൊണ്ടാണ് എന്നെ ഞാൻ ഓർക്കും, എന്നെ പറഞ്ഞാലും ഈ ബുദ്ധിമുട്ട്, ദുരിതം ഇത് മാത്രം പറഞ്ഞ് എന്തോരം നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ലൈഫിൽ അനുഭവിക്കുന്നത്. നമ്മൾ അതും കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. ദൈവത്തിന് പോലും കഷ്ടകാലത്ത്, ഇപ്പോൾ ക്രിസ്തുവിനെ എടുത്തു നോക്കിയാൽ, പ്രവാചകൻ മുഹമ്മദ് നബിയെ എടുത്തു നോക്കാം, കൃഷ്ണനെ, ശ്രീരാമചന്ദ്രനെ എടുത്തു നോക്കാം, ആരാ ബുദ്ധിമുട്ടാതെ? ദൈവങ്ങൾക്ക് പോലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു, വനവാസം, കുരിശുമരണം, അങ്ങനെ എന്തെല്ലാം. അപ്പോൾ പിന്നെ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടോ? അതിനെല്ലാം ശേഷം അവർക്കൊരു ഉയർപ്പുണ്ടായി അല്ലേ, ഒരു പ്രത്യാശയ്ക്കുള്ള കാര്യം ഉണ്ടായി. എന്തെല്ലാം വലിയ കാര്യങ്ങളാണ് പറയുന്നതല്ലേ. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ മനുഷ്യരെല്ലാം മോശം വശങ്ങൾ മാത്രമേ എല്ലാത്തിൻ്റെയും കാണുകയുള്ളൂ, നല്ല വശങ്ങൾ എന്തോരം അതിൻ്റെ പുറമേ വരുന്നുണ്ടെന്നുള്ളത് കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കും. അപ്പോൾ എനിക്ക് ക്രിസ്മസിന് അങ്ങനെയാണ് പറയാനുള്ളത്. ഞാനൊക്കെ ചെറുപ്പത്തിലേ
ഞാനിങ്ങനെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മതിലിലൊക്കെ ഇങ്ങനെ വചനം എഴുതി വെക്കും നമ്മൾ വായിക്കുമല്ലോ. അപ്പം കണ്ടെക്കുന്ന ഇതാണ്, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ ശത്രുക്കളെ എങ്ങനെയാത് എപ്പോഴും വായിലുള്ള ഒരു വചനമാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവിൻ, നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ്. അപ്പം ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഓർക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരുന്നു പറ്റുമോ? അതുപോലെ ശത്രുക്കളോട് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് പറയും. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു പൊരുൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് അറിയാം. ചെറിയ പ്രായത്തിൽ അത് അറിയത്തില്ലായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അതിപ്പം നമ്മുടെ നാവായിരിക്കാം, നമ്മുടെ അയൽവക്കംകാരനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവായിരിക്കാം, അല്ലെ നമ്മളുടെ ഏതെങ്കിലും സ്വഭാവമായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ശത്രുവാണ്. അതാണല്ലോ നമ്മളെ ശത്രുക്കൾ. അല്ലെങ്കിൽ ഈ നാവ്, നമ്മുടെ ചിന്ത, ഇതെല്ലാം നമ്മുടെ ശത്രുവാണ് അല്ലേ. നമ്മുടെ ദോഷം ചിന്ത പോലും നമ്മുടെ ശത്രുവായിട്ട് നാളെ വന്നേക്കാം. അപ്പം ഇവർക്ക് വേണ്ടി നമ്മുടെ ഒരു അയൽവക്കംകാരൻ നമ്മുടെ ഒരു ശത്രു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധു നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അവർക്ക് നല്ലത് ബുദ്ധി തോന്നിയാലല്ലേ അവരെപ്പോഴും, അല്ലെങ്കിൽ അവർക്കൊരു നല്ല കാലം വന്നാൽ അവരൊരിക്കലും നമ്മൾക്ക് അവന് മോശപ്പെട്ട് പോട്ടെ എന്ന് വെച്ചിട്ടില്ല. അവർക്ക് എത്ര നാശം ഉണ്ടാകുന്നോ അതനുസരിച്ച് അവർക്ക് നമ്മളോടുള്ള വൈരാഗ്യവും അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ മൂഡും അവരുടെ പ്രശ്നങ്ങളും അവരെ ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. അവർ കുറച്ചുകൂടെ നമ്മളെ ഉപദ്രവിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അവരോട് ക്ഷമിക്കാതെ ഇരിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എപ്പോഴും അവരിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. നെഗറ്റീവ്സിനെതിരെ നമുക്ക് എന്തോരം നല്ല കാര്യം, നമ്മൾ 1000 നല്ല കാര്യങ്ങൾ പറയുന്നുള്ള ഒരാൾ മോശം പറയുന്ന ആ ഒരാളിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോകുന്നത്. അപ്പം നമ്മളും അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ മോശമാക്കി ഭയങ്കരമായിട്ട് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളവരോട് ക്ഷമിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല. ഇതിനകത്ത് വലിയ പൊരുള എന്നാ വലിയ കാര്യം പറയുന്നത്. ഞാൻ ശരിക്കും സില്ലി കാര്യങ്ങളാണ്, പക്ഷേ ഇതിനകത്തൊക്കെ എന്തുമാത്രം അർത്ഥം ഉണ്ടെന്നുള്ളത് കുറച്ചായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ കുഞ്ഞു കല്ല് പെൻസിൽ കിട്ടിയില്ല, പെൻസിൽ തന്നില്ല, നീ അവളോട് കൂടുതൽ എന്നോട് മിണ്ടിയില്ല, ഇങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങൾക്കല്ലേ നമ്മൾ പിണങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്നിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അവൾ ക്ഷമിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുവേ, കൊച്ചുകുട്ടിയല്ലേ. പക്ഷേ ഇതിനൊക്കെ അതിലും വലിയ അർത്ഥങ്ങളുണ്ടെന്ന് ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. ഈ സംസാരിക്കാൻ ഒരു മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴെ വെക്കില്ലാത്ത സ്വഭാവമാണല്ലോ. അപ്പം എന്താ പറയുന്നത്, ഇന്ന് സ്കിപ്പടിച്ച് പോകാൻ ഞാൻ പറയത്തില്ല. ഇന്ന് സ്കിപ്പടിച്ച് ഡ്രസ്സ് മാത്രം കണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഡ്രസ്സ് കാണിക്കാനില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും സന്തോഷവും സമാധാനവും, ഒരിക്കൽ കൂടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. പിന്നെ ഈ കസ്റ്റമേഴ്സ് എന്നുള്ള നിലയിൽ ആരെങ്കിലും വിഷമിപ്പിക്കേണ്ടി വന്നെങ്കിൽ, ഏതെങ്കിലും വ്യക്തി വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരോടും പേഴ്സണലി വളരെ 1-2 ആൾക്കാരോട് എനിക്ക് മുഷിങ്ങി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. അവരാലോചിക്കാതെ അങ്ങനെയൊക്കെ അത്രയും മുറിവ്, ചെറിയ നിസ്സാരമായ ഒരു വാക്കുകൊണ്ട് പരിഹരിക്കാം. അതങ്ങനെയല്ല, ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യത്തിന് വലിയ കഠോരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, നമ്മുടെ ടെമ്പർ തെറ്റും. അപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാറേ ഇല്ല. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നത് ഈ ഒരു നല്ല പുണ്യ ദിനത്തിൽ എല്ലാവരോടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നു കളയുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മറക്കുകയും പൊറുക്കുകയും ചെയ്യണമല്ലോ. ഇസബല്ലയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് സംഭവിച്ചു, എന്തും നിങ്ങളുടെ എല്ലാവരുടെയും പൈസയ്ക്ക് നമുക്ക് മൂല്യമുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഭാഗത്ത് ശരിയാണെന്നുള്ളത് നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക തന്നെ ചെയ്യുക, അല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം എന്താ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി മിക്കവാറും കുറേ ദിവസത്തേന് വീഡിയോ ഉണ്ടാവില്ല. ഞാൻ ഒരു ബാംഗ്ലൂർ യാത്രയൊക്കെ പോവുകയാണ്. വെക്കേഷനൊക്കെ അല്ലേ, മക്കൾക്കൊക്കെ അവധിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഒക്കെ പോവുക. തിരിച്ച് വരുമ്പോൾ ആരും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും കാണണേ, പർച്ചേസൊക്കെ ചെയ്യണം. നമ്മളുടെ സാധാരണ ലൈഫിലേക്ക് തിരികെ, ഇപ്പോൾ സാധാരണ ലൈഫ് തന്നെ കേട്ടോ. അല്ലാതെ പറഞ്ഞ ക്രിസ്മസ് ആണെന്നും പറഞ്ഞ് നിലത്തൊന്നും അല്ലാതെയൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. അപ്പോൾ എന്താ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇസബല്ല എൻ്റെ മാത്രം ക്രിസ്മസ് ആശംസയുടെ അല്ല, ഞങ്ങളുടെ ഫുൾ ടീമിൻ്റെ ക്രിസ്മസ് ആശംസ നേരുകയാണ്. കാരണം എന്നെ കഴിഞ്ഞ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പല എൻ്റെ സ്റ്റാഫുണ്ട്, ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്, അല്ലാതെ വോയിസ് മെസ്സേജ് അയച്ച് സംസാരിക്കുന്നവരുണ്ട്, വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ഡെയിലി നിങ്ങളോട് ഓർഡർ എടുക്കാനും സംസാരിക്കുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളുടെ സാധനങ്ങൾ അയക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഞങ്ങളുടെ ടീമുണ്ട്.
എല്ലാവരുടെയും പേരിൽ, ടീം ഇസബല്ലയുടെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.